പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞ കുഞ്ഞുട്ടാ എന്തൊരു സാധനത്തിനും ടൗണിലേക്ക് പോണേ. ഇപ്പൊ നമ്മുടെ മാതിരി പരിസരത്തൊന്നും നൂലും ബട്ടൺസും ഒന്നും കിട്ടൂല. ടൗണിൽ പോയി സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്നിട്ട് വേണം അവിടെ ഇരുന്ന് പണി. ആ കാലത്ത് തുടങ്ങിയതാണ് നമ്മുടെ പീടിയെ. അതൊക്കെയാണ് അവിടുത്തെ ചരിത്രം. ഇവിടെ വെച്ചാ ടൈലറിങ് പണിക്ക് വന്നതാണ്. ഇപ്പൊ ചുമട് താങ്ങല് പണി. ആരെ വിളിച്ചെത്തും പറയാൻ പറ്റുമോ? ആരെങ്കിലും കണ്ടാ നാണക്കടം. എന്തിനു നാണക്കട അയച്ചപ്പെടാ? അന്യനൊന്നല്ലോ. ഈ കുടുംബത്തെ ആളുടെ മാതിരിയല്ലേ ഇവിടെ കഴിയണ്. പിന്നെന്തിനാ എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നണേ? നല്ല കാര്യം. ആശാനൊരു മര്യാദ ഉണ്ടെന്നാ വിചാരിച്ചത്, അതില്ലാന്ന് മനസ്സിലായി. എന്നാ എനിക്ക് നേരത്തെ പറയാറുന്നില്ലേ അത് മേടിച്ച് കയ്യിൽ പിടിക്കൂലേ? ഇതല്ല ആശാനൊക്കെ 15,000 റുപ്യല്ലേ? ആൾക്കാര് കേൾക്കൂലേ? തരാനില്ലതല്ലേ? അല്ല അതെ തരാണ്ട്, എന്നാലും എല്ലാരും കേൾക്കണ്ടല്ലോ. 15,000 റുപ്യ തരാണ്ട് തരാ. അതിനെന്താണ്? അപ്പൊ തരില്ല പറഞ്ഞോ ഞാന്. ഇത് കൊറേ ദിവസമായില്ലേ ആശാനെ പറയുന്നു എനിക്ക് നാട്ടിൽ പോണം. എനിക്ക് നാളെ രാവിലെ നാട്ടിൽ പോണം ആശാനെ. നാളെ പോണേ? നാളെയാ പോന്ന്, നാളെയാ. ഇത് എപ്പോഴും പറയുന്ന, അത് അറിയാത്ത പോലെ പറയുന്ന എന്തിനാ ആശാനെ? അല്ല നാളെ പോണ് ചോദിക്കാ. നാളെ എനിക്ക് വീട്ടിൽ പൈസ കൊടുക്കണം. എന്റേതായ കുറെ ആവശ്യങ്ങളുണ്ട്. അതെല്ലാം നടത്തണമെങ്കിൽ ആശാൻ 15,000 റുപ്യ തന്നിട്ട് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം. അതെ ആശാനെ 10,000 റുപ്യ തരണം നാളെ. താരൂടെ എനിക്കിപ്പോ തരാണ്ടിരിക്കുമോ? ഞാൻ നല്ല കാര്യമുണ്ട്. എനിക്ക് വീട്ടിൽ പോണോ, എനിക്ക് കുടുംബം ഒക്കെ ഉള്ളതാണെന്ന് നിനക്കറിയില്ലേ? നല്ല കാര്യമായി. ഇപ്പൊ 10,000 റുപ്യെങ്കിലും തരണപ്പ എനിക്ക്. അപ്പൊ നാളെ രാവിലെ ഞാൻ പോകും. നാളെ പോകുമ്പോ എനിക്ക് 10,000 റുപ്യ തരണല്ലേ? രാവിലെ പൊലച്ചൊക്കെ പോകും. പൊലച്ചൊക്കെ പോകും. പുലർച്ചക്ക് എന്തിനാ പോണേ? നമുക്ക് കുറച്ചും കൂടി വൈകിട്ട് പോയാ പോലെ. വൈകിട്ട് പോയാ പോരാ? അതെ പോരാ. വിചാരിച്ച പോലെ ട്രെയിനില്ല കാസർഗോഡേക്ക്. അതെ. അപ്പൊ സാധനം എല്ലാം പാക്ക് ചെയ്തിട്ട് എത്ര ദിവസമായി ആശാനെ? പാക്ക് ചെയ്ത് വെക്കണല്ലോ. ആ നേരത്ത് കിടന്ന കെട്ടി തിരിയാൻ പറ്റൂലല്ലോ. അപ്പൊ അത് ആശാനെ മറക്കാൻ പാടില്ല. ഇല്ലില്ല. 10 റുപ്യ 10,000 റുപ്യ 10,000 റുപ്യ 5 വെച്ച് ബാക്കി 10 തരണം. പിന്നെ പൈസ തന്നിട്ടെങ്കിൽ ഞാൻ നാട്ടിൽ പോയിട്ട് വരണോ വരണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും ആശാനെ. എന്താ പായ ഓരോ തമാശ പറഞ്ഞു. നല്ല കാര്യായി. ഇതെല്ലാം കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ശരി തന്നെ. ഇതൊന്നും മിണ്ടായിരുന്നേ. ഈ കൊടുക്കിന് ഇടാനില്ല, എല്ലാം ഇട്ട്. അതല്ല എനിക്കിപ്പോ 10,000 റുപ്യ തരാണ്ട് എന്നുള്ളതാണ് ഇപ്പൊ. എന്താ ഈ പറഞ്ഞു? 10,000 റുപ്യക്കൊക്കെ പണിത് കഴിഞ്ഞില്ലേ? നമ്മൾ ഓരോന്ന് ഓർക്കാണ്ടേ അത് തരുമല്ലോ. അത് പിന്നെ ഇല്ല നാളല്ലേ പോണ്. നാളെ പോകുമ്പോഴത്തേക്കും 10,000 റുപ്യ എനിക്ക് വേണം. അത് തരാം. ഇനി വർത്താനമില്ല. ഞാൻ ആശാനല്ല ഒരു ബഹുമാനം ഉണ്ട്. ഞാനിപ്പോ പീടിയിലേക്ക് പോവാം. ആയിക്കോട്ടെ അതെടുത്തുള്ള കൊണ്ട് ശരിടാ. രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയേക്കണു. റസിയ ഒന്നിങ്ങോട്ട് വാ. ഈ വാഹന കായ് കൊടുക്കാനുള്ള ഓർക്കുമ്പോൾ അത്രയും പണി അവിടെ നടന്ന് ഞാൻ ആലോചിക്കണം. അല്ലോ ഇതാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. എല്ലാം കിട്ടി, എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുഞ്ഞുട്ടുള്ള കാരണം സുഖമായിട്ട് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റിപ്പോ. പിന്നെ ഇവിടെ ജെസ്സി ഇങ്ങോട്ട് വന്നിരുന്നാ? ഓള് വന്ന് ഓളുടെ എന്താ തിരുനാള് വീട്ടിക്ക് ചെല്ലണോ മല്ലികേനെ വിളിച്ച്. എന്നോടും പറഞ്ഞു, ജോസുട്ടിനോട് പറഞ്ഞേ പോവാ പോണം. അല്ലാണ്ട് ഇപ്പൊ എങ്ങനെ ഈ ഒരു കാര്യം ചെയ്തേ, ഒരു 10,000 റുപ്യ എടുക്ക്. 10,000 റുപ്യ എങ്ങനെ? ഒരു 10,000 റുപ്യ ഉണ്ടാവോ? എടുക്കാൻ ഉണ്ടാവോന്ന് ചോദിക്കാ. എന്റെ അല്ലേ? അതെന്താന്നറിയക്കാ, നിങ്ങൾ എന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ച കായില്ലേ, അതൊക്കെ ഞാൻ വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കി കളഞ്ഞു. തമാശ കളിക്കല്ലേ വായിച്ച്. ഇത് ഏതാ ആള്? നല്ല രസമുണ്ടല്ലോ അത്. അത് നല്ല രസം ഇപ്പൊ തോന്നും, നിങ്ങൾക്ക് തോന്നും. നിങ്ങളൊക്കെ അറിയാലോ. അതിന്റെ കായിന്റെ കാട്ട് കാരണം വളരെ അത്യാവശ്യമായിട്ട് ഇതുള്ള കാരണമാണ്. ഞാൻ നിങ്ങളുടെ ബാങ്കിലെ കാഷ്യർ ഒന്നല്ല ചോദിക്കുമ്പോ ഇങ്ങനെ എണ്ണി തരാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ഒരു 5,000 പിന്നെ ഒരു 10,000. എടി ആ കുഞ്ഞുട്ടിന് അതാ പണി കഴിഞ്ഞപ്പോ അവൻ നാട്ടിലേക്ക് പോവാണ്. നമ്മുടെ അടുത്ത് ഇങ്ങനെ എത്തക്കണ്ട കാലം നിക്കണല്ലേ. അപ്പൊ അവന് നാട്ടിൽ പോകുമ്പോ ഒരു അതിന്റെ കായ് കൊടുക്കണ്ട. അത് അവൻ പണിയെടുത്ത കായാണ്, അല്ലാണ്ട് വെറുതെ ഒന്നല്ല അവൻ ചോദിക്കണേ. അത് കൊടുക്കണ്ടേ നമ്മള്? അവൻ പണിയെടുത്ത കായല്ലേ? അപ്പൊ കടയിൽ പണി ഉണ്ടായിരുന്നല്ലോ. അതിന് കിട്ടിയ കായൊക്കെ എവിടെ? അതങ്ങോട്ട് കൊടുക്ക്. അപ്പൊ എന്താ ഞാൻ ഒറ്റക്ക് തിരിഞ്ഞ് വീഞ്ഞ അവിടെ കിട്ടിയ കായ്? ഏടി പല ആൾക്കാരും കായ് തരാണ്ട്. അപ്പൊ അത് ആ യൂണിഫോമിന്റെ കായ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പൊ അത് 10,000-25,000 റുപ്യ അത് കിട്ടാൻ കിടക്കണേ. പിന്നെ ആ പോലീസിന്റെ രസം അടിച്ചത് കിട്ടാൻ കിടക്കണേ. അപ്പൊ കായ്ക്ക് കിട്ടാണ്ട് അത് കിട്ടുമ്പോ അങ്ങോട്ട് തരൂലേ? അതെ, അത് അതപ്പോ ഓനോട് പറയേ കായ് കിട്ടാണ്ട് കിട്ടുമ്പോ തരൂന്ന്. അതൊക്കെ പറ്റുങ്ങി തായോ രസി. അല്ലാണ്ട് ഈ ജാതി മുട്ടുന്യായങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഉപകാരമുള്ളത്? പറ്റുങ്ങി തായോ? എനിക്ക് പറ്റില്ല കഴിഞ്ഞില്ലേ? എനിക്ക് പറ്റില്ല തന്നെ. നിങ്ങൾ ചോദിക്കുമ്പോ കായ് തരാൻ വേണ്ടിട്ട് ഇവിടെ അങ്ങനെ ഞാൻ നോട്ടടിക്കണ യന്ത്രമൊന്നും വെച്ചിട്ടില്ല ഇവിടെ.
എല്ലാ ഹംകിങ്ങളും ഒരേ മാതിരി ആയാലും എങ്ങനെയാണ് ഒരു അടക്ക് പോവൂല. എന്താ ഇപ്പൊ ഇതിന് വേറെ വഴി? ഞാനാ പറഞ്ഞിട്ടാ. അല്ല എന്താ പ്രത്യേകിച്ച്? ഒരു 10,000 ഉറുപ്പ്യ കാട്ടിക്ക. 10,000 ഉറുപ്പ്യ ചേഞ്ച് ചോദിക്കണമല്ലോ. ഒരു 10,000 രൂപ അടുത്തെന്ന് പറയാൻ ഭ്രാന്താണ്. 10,000 അത്ര പൂജ കൊണ്ടൊന്നും വല്ല ധാരണ ഉണ്ടാ? അതൊക്കെ എനിക്ക് അറിയാലോ ചങ്ങായി. എന്നോടൊക്കെ കായ് ചോദിക്കണ ഗതികേടാന്ന് മനസ്സിലാക്കിയാൽ മതി. എന്റെ പരീക്ക് 5,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഇരിപ്പിരിക്കൂല. എന്തേലും പറഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് പോകൂലേ? അല്ല എന്തിപ്പോ ഇത്ര അത്യാവശ്യം? ആ കുഞ്ഞുട്ടനൊന്ന് നാട്ടിൽ പോണെന്നേ. ഓനാണിച്ച് 10,000-15,000 ഉറുപ്പ്യ കൊടുക്കാണ്ട് ഞാന്. അവൻ എന്നോട് പറഞ്ഞ് ഈ ആഴ്ച വീട്ടിൽ പോവാൻ നിൽക്കുകയാണെന്ന്. അപ്പൊ പരീക്ക കാശ് കൊടുക്കൂന്നൊക്കെ പറയണ്ടായി. എവിടുന്ന് എടുത്ത് കൊടുക്കണത്? സംഗതി ഇതുവരെ ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോ എടുത്ത് തിരുമറിക്കും. പിന്നെ ഓൻ പോണ നേരത്തെ എന്റെ 10 പൈസ ഇല്ലാത്ത സമയത്ത് ഈ അങ്ങായിക്കണം. അതങ്ങനെ വരുള്ളൂ. അല്ല റസിയാനോട് ചോദിച്ചു നോക്കായിരുന്നില്ലേ? നന്നായിണ്ട്. എപ്പ ചോദിച്ചു തുടങ്ങിയതാ? അവളുടെ കാശൊക്കെ ഉണ്ടാവും. കാശുണ്ട്, അത് തരുകയും ചെയ്യും. അതിങ്ങനെ ചോദിച്ചു എന്നാ കിട്ടുക? അപ്പോഴത്തേക്കും കുഞ്ഞുട്ടന് നടന്നു പോയിട്ട് വരാം കാസർഗോഡ്. ഒരു 1-2 ദിവസം കൊണ്ട് റസിയാരുടെ നിന്ന് കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടാ? കുറച്ച് കഴിഞ്ഞ ഓട് തരും. പക്ഷെ ഇങ്ങനെ ചോദിച്ചോണ്ട് എന്നാന്ന് വെച്ചിട്ടപ്പ അത് അങ്ങനെയാണ്. ഒരാഴ്ചയൊക്കെ ഞാൻ കുഞ്ഞൂട്ടനെ നിർത്തി തരാം. എങ്ങനെ? അവൻ വീട്ടിൽ പോകാതെ പരിക്കാനോട് കാശ് ചോദിച്ച് ശല്യപ്പെടുത്തായിരുന്നാ പോരെ ഒരാഴ്ചത്തേക്ക്? ഒരാഴ്ചനുള്ളിലൊക്കെ ഓള് കായ് തരും. അപ്പൊ അതിനൊരു നമ്പർ ഞാൻ ഇറക്കാം. എന്ത് ചെയ്യാനാണ് ഈ? അതൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞതാ കാര്യങ്ങൾ. ഈ പരിക്കട കടയിൽ എപ്പോഴും വന്ന് ബഹളം ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ. ബഹളം ഉണ്ടാകാറുണ്ടല്ലോ ഈ തയ്ച്ച് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കടയില്. അപ്പൊ ഈ അടുത്ത് വന്ന ആരെങ്കിലും വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്റെ കണക്ക് നോക്കിയാ അത് പെട്ടെന്നൊന്നും അതെനിക്കറിയാം, ദിവസങ്ങളാണ്. എന്നാലും ഈ അടുത്ത് ഒരു ഇത്തിരി കൂടുതൽ ചിറാപ്പുണ്ടാക്കി ആരെങ്കിലും വല്ല ഓർമ്മയുണ്ടോ? കച്ചറ ഗോപാലല്ലേ? കച്ചറ ഗോപാലൻ ഈ ഇവിടുത്തെ കോളനിയിലെ. ഓപ്പ അടുത്ത് 2 ദിവസം മുമ്പ് കടയിൽ വന്നിട്ട് ഇന്ത്യയും ഓളുടെയും മാതാപിതാക്കളുടെ സുഖവിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. ആള് കച്ചറയാണ്. അതല്ലേ അവനങ്ങനെ വിളിക്കണം. അതേ അത് മതി. ആ സംഭവം മതി. ഞാൻ കുഞ്ഞൂട്ടനെ നിർത്തി തരാം. എന്ത് ചെയ്യാനാണ്? അതൊക്കെ എന്റെ അടുത്ത് വിദ്യ ഉണ്ട്. പരീക്ക ധൈര്യമായിട്ടിരിക്കും. വേറെ ഇടങ്ങറൊന്നും ഉണ്ടാക്കരുത്. ഒരിടങ്ങേറും ഇല്ല. ഒരാഴ്ച കഴിയാതെ പരീക്കാൻ അവൻ കാശിന് ബുദ്ധിമുട്ടിക്കൂല. ധൈര്യമായിട്ട് പോയിക്കോ.